ഇന്ന് സ്നേഹസാഗരൻ ബാബ്ദാദ നാല് പാടുമുള്ള സ്നേഹി കുട്ടികളെ കാണുകയാണ്. രണ്ട് പ്രകാരത്തിലുള്ള കുട്ടികളെ കണ്ട് കണ്ട് ഹർഷിതനാവുകയാണ്. ഒന്ന് ലവ് ലീനമായ കുട്ടികൾ. രണ്ടാമത്തത് ലൗലി കുട്ടികൾ. രണ്ട് കൂട്ടരുടെയും സ്നേഹത്തിൻ്റെ അലകൾ ബാബയുടെ അടുക്കൽ അമൃതവേളയ്ക്ക് മുമ്പേ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ കുട്ടിയുടെയും ഹൃദയത്തിൽ നിന്നും സ്വതവേ ഗീതം മുഴങ്ങുന്നു. എൻ്റെ ബാബ ബാബ്ദാദയുടെ ഹൃദയത്തിൽ നിന്നും ഇതേ ഗീതം മുഴങ്ങുന്നു. എൻ്റെ മക്കളെ, ഓമനയായ മക്കളെ, ബാബ്ദാദയുടെയും ശിരസിലെ കിരീടമായ കുട്ടികളെ, ശിരസിലെ കിരീടമായ കുട്ടികളെ,
ഇന്ന് സ്മൃതി ദിവസമായതിനാൽ എല്ലാവരുടെയും മനസ്സിൽ സ്നേഹത്തിൻ്റെ അലകൾ കൂടുതലാണ്. അനേക കുട്ടികളുടെ സ്നേഹത്തിൻ്റെ മുത്തുമാലകൾ ബാപ് ദാദയുടെ കഴുത്തിനെ അലങ്കരിക്കുന്നു. ബാബയും തൻ്റെ സ്നേഹി കൈകളുടെ മാല കുട്ടികളെ അണിയിക്കുകയാണ്. കുട്ടികളെ അണിയിക്കുകയാണ്. പരിധിയില്ലാത്ത ബാപ് ദാദ ബാപ് ദാദയുടെ പരിധിയില്ലാത്ത കൈകളിൽ അലിഞ്ഞിരിക്കുകയാണ്. ഇന്നെല്ലാവരും വിശേഷ സ്നേഹത്തിൻ്റെ വിമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ദൂരെ ദൂരെ നിന്നും അവ്യക്ത രൂപത്തിൽ ഫരിസ്തയുടെ രൂപത്തിൽ മനസ്സിൻ്റെ വിമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു.
എല്ലാ കുട്ടികൾക്കും ബാബ്ദാദ ഇന്ന് സ്മൃതി ദിവസം അതായത് സമർത്ഥ ദിവസത്തിൻ്റെ കോടി മടങ്ങ് സ്മരണകൾ നൽകുകയാണ്. ഈ ദിവസം എത്ര സ്മൃതികളാണ് നൽകുന്നത്. ഓരോ സ്മൃതിയും സെക്കൻഡിൽ സമർത്ഥമാക്കി തീർക്കുന്നു. സ്മൃതികളുടെ ലിസ്റ്റ് സെക്കൻഡിൽ ഓർമ്മയിലേക്ക് വരുന്നില്ലേ? ഓർമ്മകൾ മുന്നിലേക്ക് വരുമ്പോൾ സമൃദ്ധിയുടെ ശക്തിയുടെ ലഹരി കയറുകയാണ്. ആദ്യത്തെ സ്മൃതി ഓർമ്മയുണ്ടോ? എപ്പോഴാണോ ബാബയുടേതായത് അപ്പോൾ ബാബ എന്താണ് ഓർമ്മ ഉണർത്തി തന്നത്? നിങ്ങൾ കൽപ്പം മുമ്പത്തെ
ഭാഗ്യശാലി ആത്മാവാണ്. ഓർമ്മിക്കൂ, ഈ ആദ്യ സ്മൃതിയിലൂടെ എന്ത് മാറ്റമാണ് വന്നത്? ആത്മാ അഭിമാനി ആകുന്നതിലൂടെ പരമാത്മാ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ ലഹരി, സ്നേഹത്തിൻ്റെ ലഹരി ഉയർന്നു. എന്തുകൊണ്ടാണ് ലഹരി ഉയർന്നത്? ഹൃദയത്തിൽ നിന്നും സ്നേഹത്തിൻ്റെ ആദ്യത്തെ ശബ്ദം എന്താണ് വന്നത്? എൻ്റെ മധുരമായ ബാബ. ഈ ഒരു സ്വർണിമ ശബ്ദം പുറത്തു വന്നതിലൂടെ എന്ത് ലഹരിയാണ് ഉയർന്നത്? മുഴുവൻ പരമാത്മാ പ്രാപ്തികളും എൻ്റെ ബാബ എന്ന് പറയുന്നതിലൂടെ അറിഞ്ഞതിലൂടെ അംഗീകരിച്ചതിലൂടെ നിങ്ങളുടെ സ്വന്തം പ്രാപ്തികളായി മാറി. അനുഭവമില്ലേ? എൻ്റെ ബാബ എന്ന് പറഞ്ഞതിലൂടെ എത്ര പ്രാപ്തികളാണ് നിങ്ങളുടേതായത്? എവിടെയാണോ പ്രാപ്തികളുള്ളത് അവിടെ ഓർമ്മപ്പെടുത്തിയെടുക്കേണ്ടതില്ല.
എന്നാൽ സ്വതവേ അത് വരും, സഹജമായി വരും. സഹജമായി ഓർമ്മയിൽ വരും. കാരണം എൻ്റേതായില്ലേ. ബാബയുടെ ഖജനാവ് എൻ്റെ ഖജനാവായി മാറി. അപ്പോൾ എൻ്റെ എന്നുള്ള ഭാവം ഓർമ്മപ്പെടുത്തിയെടുക്കേണ്ട ആവശ്യമില്ല, ഓർമ്മയിൽ തനിയേ വരും. എൻ്റെ എന്നതിനെ മറക്കുക അത് ബുദ്ധിമുട്ടുള്ളതാണ്. എന്നാൽ ഓർമ്മപ്പെടുത്തിയെടുക്കാനാണ് ബുദ്ധിമുട്ട്. എൻ്റെ നിങ്ങൾക്ക് അനുഭവമുണ്ടല്ലോ. എൻ്റെ ശരീരം അത് മറക്കാറുണ്ടോ? മറക്കേണ്ടതായിട്ട് പരിശ്രമിക്കേണ്ടതായി വരികയാണ്. മറക്കാൻ പരിശ്രമിക്കേണ്ടതായി വരുന്നു. എൻ്റെ ശരീരം അത് എൻ്റേതല്ലേ. എവിടെ എൻ്റെ എന്നുള്ളത് വരുന്നു, അവിടെ ഓർമ്മകളും സഹജമായി വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് സ്മൃതി സമർത്ഥ ആത്മാവാക്കി മാറ്റി. ആ ഒരു വാക്കാണ് എൻ്റെ ബാബ. ഭാഗ്യവിധാതാവ്, അളവറ്റ ഖജനാക്കളുടെ ദാതാവിനെ സ്വന്തമാക്കിയിരിക്കുന്നു. ഇങ്ങനെയുള്ള അത്ഭുതം ചെയ്യുന്ന കുട്ടികളല്ലേ? പരമാത്മാവിൻ്റെ പാലനയുടെ അധികാരിയായി മാറിയിരിക്കുന്നു. ഏത് പരമാത്മാവിൻ്റെ പാലനയാണ് മുഴുവൻ കൽപ്പത്തിലും ഒരു പ്രാവശ്യം മാത്രമാണ് ലഭിക്കുന്നത്. ആത്മാക്കളുടെയും ദേവ ആത്മാക്കളുടെയും പാലന
അത് ജന്മജന്മാന്തരങ്ങളായി ലഭിക്കുന്നുണ്ട്. എന്നാൽ പരമാത്മാവിൻ്റെ പാലന കേവലം ഒരു ജന്മത്തേക്ക് മാത്രമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ സ്മൃതി, അതായത് സമർത്ഥ ദിവസത്തിൽ പരമാത്മാവിൻ്റെ പാലനയുടെ ലഹരി, അതുപോലെ സന്തോഷം സഹജമായി ഓർമ്മയിലുണ്ടല്ലോ. കാരണം ഇന്നത്തെ വായുമണ്ഡലം സഹജമായി ഓർമ്മയിൽ വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇന്നത്തെ ദിവസം സഹജയോഗിയായി മാറിയിരിക്കുന്നു. ഓർമ്മിക്കാൻ പരിശ്രമിക്കേണ്ടി വരുന്നില്ല. ഇന്നത്തെ ദിവസം സ്വതവേ ഓർമ്മയിൽ വരികയാണ്. കാരണം സ്നേഹമുണ്ട്. കാരണം സ്നേഹം എന്ന് പറഞ്ഞാൽ പരിശ്രമത്തെ അകറ്റുന്നു. സ്നേഹം എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തീർക്കുന്നു. എല്ലാവരും ഇന്നത്തെ ദിവസം എല്ലാവരും സഹജയോഗിയായി ഇരുന്നില്ലേ? അതോ ബുദ്ധിമുട്ടായിരുന്നോ? ബുദ്ധിമുട്ടായി തോന്നിയോ? ആർക്കാണോ സഹജം ബുദ്ധിമുട്ടായി തോന്നുന്നത് അങ്ങനെയുള്ളവർ കൈപ്പൊക്കും. ഇന്നത്തെ ദിവസം എല്ലാവരും സഹജയോഗിയായിരുന്നു. ആരാണോ സഹജയോഗിയായിരുന്നവർ അവർ കൈ ഉയർത്തു. വളരെ നല്ലത്. സഹജയോഗിയായിരുന്നു. ഇന്ന് മായയ്ക്ക് അവധി കൊടുത്തിരുന്നില്ലേ? ഇന്ന് മായ വന്നിരുന്നോ? ഇന്ന് മായയ്ക്ക് അവധി കൊടുത്തില്ലേ? നല്ലത്. ഇന്ന് മായയ്ക്ക് വിട നൽകി. അതിനെല്ലാവർക്കും ആശംസകൾ. ഇങ്ങനെ തന്നെ സ്നേഹത്തിൽ അലിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ സദാകാലത്തേക്ക് മായയ്ക്ക് വിട നൽകാനാകും. ഈ വർഷം എല്ലാത്തിൽ നിന്നും വേറിട്ട് സർവരുടെയും സ്നേഹി വർഷം, പരിശ്രമ മുക്ത വർഷം, സമസ്യാമുക്ത വർഷമായി
ആചരിക്കാൻ ബാബ്ദാദ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാണോ? മുക്തവർഷം ആഘോഷിക്കില്ലേ? എന്തുകൊണ്ടെന്നാൽ മുക്തിധാമത്തിലേക്ക് പോകണം. അനേക ദുഃഖിതരും അശാന്തരുമായ ആത്മാക്കൾക്ക് മുക്തിദാതാവായ ബാബയോടൊപ്പം കൂട്ടുകാരായി മാറി മുക്തി നൽകണം. അതുകൊണ്ട് മാസ്റ്റർ മുക്തി ദാതാവ് എപ്പോഴാണോ സ്വയം മുക്തമാകുന്നത് അപ്പോഴേ മുക്തി വർഷം ആഘോഷിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം നിങ്ങൾ ബ്രാഹ്മണാത്മാക്കൾ സ്വയം മുക്തരായി അനേകർക്ക് മുക്തി നൽകാൻ നിമിത്തമാണ്. ഒരു വാക്ക് മുക്തി നൽകുന്നതിന് പകരം ബന്ധനത്തിൽ ബന്ധിപ്പിക്കുന്നു. പ്രശ്നങ്ങൾക്ക് അധീനരാക്കി മാറ്റുന്നു. അതാണ് ഇങ്ങനെയല്ല അങ്ങനെ, അങ്ങനെയല്ല ഇങ്ങനെ, ഇങ്ങനെയുള്ള വാക്ക്. എപ്പോഴാണോ പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയും, ബാബ ഇങ്ങനെ ആയിരുന്നില്ല, അങ്ങനെയായിരുന്നു സംഭവിച്ചത്, ഇങ്ങനെ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ആവില്ലായിരുന്നു. ഇത് ഇത് ഒഴിവ് കഴിവുകളുടെ ഒരു കളിയാണ്. ബാബ്ദാദ കണ്ടു, എല്ലാവരുടെ ഫയലും ഞാൻ കണ്ടു. ഫയലിൽ എന്താണ് കണ്ടത്? ഭൂരിപക്ഷം പേരുടെയും ഫയൽ പ്രതിജ്ഞയുടെ എല്ലാവരുടെയും പേപ്പർ പ്രതിജ്ഞ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് വളരെ ഹൃദയപൂർവം ചെയ്യുന്നു, ചിന്തിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതുവരയ്ക്കും കണ്ടത് ഫയൽ നിറഞ്ഞിരിക്കുകയാണ്.
പ്രതിജ്ഞ കൊണ്ട്. പക്ഷേ ഒന്നിനും ഫൈനലും ആയിട്ടില്ല. പ്രതിജ്ഞ ആരും നിറവേറ്റിയിട്ടില്ല. ദൃഢപ്രതിജ്ഞയെക്കുറിച്ച് പറയാറുണ്ട്. ജീവൻ പോയാലും പ്രതിജ്ഞ കൈവെടിയില്ല. ബാബ്ദാദ ഇന്ന് എല്ലാവരുടെയും ഫയൽ കണ്ടു. മനസ്സുകൊണ്ടും ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ വർഷം എന്താണ് ചെയ്യുന്നത്? ഫയല് വർദ്ധിപ്പിക്കുകയോ അതോ ചെയ്ത പ്രതിജ്ഞയെ ഫൈനലാക്കുമോ? എന്ത് ചെയ്യും? ആദ്യ വരിയിലുള്ളവർ പറയൂ, പാണ്ഡവർ പറയൂ, ടീച്ചേഴ്സ് പറയൂ. ഈ വർഷം ബാബ്ദാദയുടെ അടുത്ത് ഫയൽ വലുതായി വലുതായി വരികയാണ്. അതുകൊണ്ട് അതിനെ ഫൈനലാക്കുമോ അതോ ഈ വർഷവും ഫയലിൽ കടലാസിൻ്റെ എണ്ണം കൂടുവോ? പ്രതിജ്ഞയുടെ എണ്ണം കൂടുവോ? എന്തു ചെയ്യും? പറയൂ, പാണ്ഡവർ പറയൂ. ഫൈനലാക്കുമോ? ഫൈനലാക്കുമോ? ആരാണോ ഫൈനലാക്കും അതിനുവേണ്ടി കുനിയേണ്ടി വരും, മാറേണ്ടി വരും, സഹിക്കേണ്ടി വരും, പലതും കേൾക്കേണ്ടി വരും. എന്നാൽ എനിക്ക് മാറുക തന്നെ വേണം. അങ്ങനെയുള്ളവർ കൈ ഉയർത്തൂ. നോക്കൂ, എല്ലാവരുടെയും ഫോട്ടോ എടുക്കൂ. എത്ര ടി വി ആണുള്ളത്? 2, 3, 4. എല്ലാ വശത്തുള്ളവരുടെയും ഫോട്ടോ എടുക്കൂ. ടി വിക്കാർ ഫോട്ടോ എടുക്കൂ. ബാബ്ദാദയ്ക്ക് ഈ ഫോട്ടോ എടുത്ത് കാണിച്ചു തരണം. ശരി, കൈ താഴ്ത്തു. എല്ലാവർക്കും ആശംസകൾ. അവനവന് വേണ്ടി അവനവൻ കൈയടിക്കൂ. നോക്കൂ, ഈ വർഷം എങ്ങനെയാണോ സയൻസ്, ഒരു വശത്ത് സയൻസ്, മറുവശത്ത് ഭ്രഷ്ടാചാരികൾ, മൂന്നാമത്തെ വശത്ത് പാപാചാരികൾ. എല്ലാവരും അവരവരുടെ കാര്യത്തിൽ കൂടുതൽ കൂടുതൽ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ പുതിയ പുതിയ പ്ലാനുകളെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ താങ്കളാണെങ്കിൽ രചയിതാവിൻ്റെ കുട്ടികളാണ്. ലോകരചയിതാവിൻ്റെ കുട്ടികൾ. അതുകൊണ്ട് നിങ്ങൾ ഈ വർഷം ഇങ്ങനെയുള്ള പുതുമയുടെ വഴി സ്വായത്തമാക്കൂ.
പ്രതിജ്ഞ ദൃഢമാക്കണം. കാരണം എല്ലാവരും പ്രത്യക്ഷത ആഗ്രഹിക്കുന്നു. എത്ര ചെലവുകളാണ് ചെയ്യുന്നത്? ദേശവിദേശങ്ങളിൽ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി വലിയ വലിയ പ്രോഗ്രാമുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ വിഭാഗവും വളരെ നല്ല രീതിയിൽ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഈ വർഷം ഇതുകൂടി കൂട്ടിച്ചേർക്കൂ. എന്ത് സേവനം ചെയ്താലും അത് വായ കൊണ്ടുള്ളതായിക്കോട്ടെ, കേവലം വായ കൊണ്ടുള്ള സേവനമാകരുത്, മനസ്സുകൊണ്ടും വാച സ്നേഹ സഹയോഗമാകുന്ന കർമ്മം ഒരേ സമയം 3 സേവനവും ഒരുമിച്ച് വേണം ചെയ്യാൻ. വേറെ വേറെ ആകരുത്. ഒരു സേവനം മാത്രം ചെയ്യുമ്പോൾ എന്ത് റിസൾട്ടാണോ കാണാൻ ആഗ്രഹിക്കുന്നത് ആ റിസൾട്ട് ഉണ്ടാകുന്നില്ല. നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടല്ലോ പ്രത്യക്ഷത വേണമെന്നുള്ളത്. ഇതുവരയ്ക്കും ഈ റിസൾട്ട് വളരെ നന്നായിട്ടുണ്ട്. ആദ്യകാലത്തേക്കാൾ വളരെ നല്ല റിസൾട്ടാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും വളരെ നല്ലത് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നു. എന്നാൽ നല്ലതായി മാറുക എന്നതാണ് പ്രത്യക്ഷമാവുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കൂ. ഒരേ സമയത്ത് തന്നെ മനസ്സ വാച കർമ്മണ സ്നേഹിയും സഹയോഗിയായി മാറണം. ഓരോ കൂട്ടുകാരും ബ്രാഹ്മണ കൂട്ടുകാരാണെങ്കിലും ശരി, പുറത്തുള്ളവരാണെങ്കിലും ശരി, സേവനത്തിന് നിമിത്തമാകുന്നവർ എല്ലാവരും കൂട്ടുകാരാണ്. എന്നാൽ സഹയോഗവും സ്നേഹവും നൽകണം. ഇതാണ് കർമ്മണ സേവനത്തിൽ നമ്പർ നേടുന്നത്. ഒരിക്കലും ഈ ഭാഷകൾ പറയരുത്. ഇവരിങ്ങനെ ചെയ്തില്ലേ, അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെയും ചെയ്യേണ്ടതായി വന്നത്. സ്നേഹത്തിന് പകരം അതുകൊണ്ട് നമുക്ക് കടുത്ത വാക്കുകളൊക്കെ പറയേണ്ടതായിട്ട് വരികയാണ്. അങ്ങനെ ചെയ്യേണ്ടി വരികയാണ്, അങ്ങനെ പറയേണ്ടതായി വരികയാണ്, ഇങ്ങനെ കാണേണ്ടതായി വരികയാണ്. ഇങ്ങനെ ഒരിക്കലും പറയരുത്. ഇത്രയും വർഷം ബാബ്ദാദ നോക്കി. ഞാൻ എല്ലാവർക്കും ഇത്രയും കാലം സമയം തന്നു. ഇങ്ങനെ തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു ഇത്രയും കാലം. പക്ഷേ ഇനി എത്ര കാലം ഇത് തുടർന്ന് കൊണ്ടുപോകും? ബാബ്ദാദയോട് എല്ലാവരും ആത്മീയ സംഭാഷണത്തിൽ ഭൂരിപക്ഷവും പറയാറുണ്ട്, ബാബ ഇതെത്ര കാലം നടന്നുകൊണ്ടിരിക്കും ബാബ? എപ്പോഴാണ് തിരശ്ശീല തുറക്കുന്നത്?
ബാബ പറയാണ്, താങ്കളോട് പറയാണ്, ഈ പഴയ ഭാഷകൾ അലസതയുടെ, നീരസത്തിൻ്റെ ഈ ഇങ്ങനെ പഴയ പോക്ക് ഇത് എത്ര കാലം തുടരും? ബാബ്ദാദിയും നിങ്ങളോട് ചോദിക്കുകയാണ്, എത്ര കാലം നിങ്ങൾ ഇതേപോലെ പോകും? നിങ്ങൾ ഉത്തരം തരൂ. എങ്കിൽ ബാബ്ദാദിയും ഉത്തരം തരും. എപ്പോൾ വിനാശം ഉണ്ടാകും? എന്തുകൊണ്ടെന്നാൽ ബാബ്ദാദിക്ക് ഈ വിനാശത്തിൻ്റെ തിരശ്ശീല ഇപ്പോൾ വേണമെങ്കിൽ, ഈ സെക്കൻഡിൽ വേണമെങ്കിൽ തുറക്കാൻ സാധിക്കും, ഓപ്പൺ ചെയ്യാൻ സാധിക്കും, വിനാശം കൊണ്ടുവരാൻ സാധിക്കും. എന്നാൽ ആദ്യം രാജ്യം ഭരിക്കേണ്ടവർ തയ്യാറാകണ്ടേ? ഇപ്പോൾ മുതൽ നിങ്ങൾ തയ്യാറാകുകയാണെങ്കിൽ, തയ്യാറെടുപ്പ് നടത്തുകയാണെങ്കിൽ സമാപ്തി വേഗം സമീപത്ത് കൊണ്ടുവരാൻ സാധിക്കും. അഥവാ അതുകൊണ്ട് ബാബ പറയാണ്, കുറവുകളുടെ കാരണം പറഞ്ഞിട്ട് വെറുതെ നിങ്ങൾ സമയം കളയാതെ നിവാരണം ചെയ്യൂ. ബാബ്ദാദ മുഴുവൻ ദിവസത്തിലും കുട്ടികളുടെ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളോട് എനിക്ക് സ്നേഹമാണല്ലോ ഉള്ളത്. അപ്പോൾ പലതവണ ഇത്രയും കാലങ്ങളായി ഞാൻ കളി കണ്ടുകൊണ്ടേയിരുന്നു. ഒരേ സമയത്ത് തന്നെ എനിക്ക് മുഴുവൻ ലോകത്തിനെയും കാണാൻ സാധിക്കും. 4 പാടുള്ള കുട്ടികളെ കാണാൻ സാധിക്കും. അത് അമേരിക്കയിലുള്ളവരാണെങ്കിലായിക്കോട്ടെ, ഡൽഹി ഗുഡ്ഗാവിലുള്ളവരായിക്കോട്ടെ, എല്ലാവരും എനിക്ക് കാണാൻ സാധിക്കും. കുട്ടികളെല്ലാവരും നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികളുടെ കളി വളരെ നന്നായി ഞാൻ ഇത്രയും കാലം കണ്ടുകൊണ്ടിരുന്നു. ഒഴിവ് കഴിവിൻ്റെ ഭാഷ വളരെ നല്ലതായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണത്തിൻ്റെ ഭാഷ നന്നായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ ബാബ ഞാൻ ഇങ്ങനെ ചെയ്തത്? അവർ ചെയ്തു. എന്നാൽ നിങ്ങൾ സമാധാനം, അതിന് പരിഹാരം ചെയ്തുവോ? നിങ്ങൾ കാരണത്തെ കാരണമാക്കി, പ്രശ്നത്തെ കൂട്ടുകയാണ് ചെയ്തത്. അവർ ചെയ്തത് കൊണ്ട് ഞാനും ചെയ്തു. പക്ഷേ ബാബ പറയാണ്, അവർ ചെയ്തു, പക്ഷെ അതിന് നിങ്ങൾ പരിഹാരമാണ് ചെയ്യേണ്ടത്. നിങ്ങൾ തിരുത്തുകയാണ് വേണ്ടത്, നിവാരണമാണ് ചെയ്യേണ്ടത്. എപ്പോഴും എല്ലാവരും ചോദിക്കാറില്ലേ, ബാബയോട് ചോദിക്കാറില്ലേ, ബാബയുടെ ആശ എന്താണ്? ബാബ്ദാദ ആശ പറയാണ്, ബാബ്ദാദിക്ക് ഒരേ ഒരു ആശയുള്ളൂ, നിവാരണം, എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. കാരണം എന്ന വാക്ക് സമാപ്തമാക്കണം. അപ്പോൾ പ്രശ്നങ്ങളും സമാപ്തമാകും, സമാധാനം ഉണ്ടാകും. ഇത് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ആദ്യ വരിയിലുള്ളവർ പറയൂ, സാധ്യമാണോ? തലയാട്ടു. പുറകിലുള്ളവർക്ക് സാധ്യമാണോ? എല്ലാവരും കൈ ഉയർത്തി. വളരെ നല്ലത്. നാളെ TV തുറന്നാൽ TV-യിൽ തീർച്ചയായിട്ടും കാണാൻ പറ്റുമല്ലോ. നാളെ TV, അത് വിദേശത്തുള്ളവരായിക്കോട്ടെ, ഇന്ത്യയിലുള്ളവരായിക്കോട്ടെ, ചെറിയ ഗ്രാമത്തിലുള്ളവരായിക്കോട്ടെ, വലിയ ഗ്രാമത്തിലുള്ളവരായിക്കോട്ടെ, എവിടെയും കാരണം കാണപ്പെടരുത്. പക്കയല്ലേ? ഇതിൽ ശരിയെന്ന് പറയുന്നില്ലല്ലോ. ചെയ്യുമോ? കൈ ഉയർത്തു. കൈയൊക്കെ വളരെ നന്നായിട്ട് ഉയർത്തുന്നുണ്ട്. ബാബ്ദാദിയെ കുട്ടികളെ സന്തോഷിപ്പിക്കുന്നു.
വളരെ അത്ഭുതമാണ്. നിങ്ങളെല്ലാവരും കൈ ഉയർത്തി സന്തോഷിപ്പിക്കാൻ കുട്ടികൾക്കെല്ലാം നന്നായിട്ടറിയാം. കാരണം ബാബ്ദാദ കാണുന്നുണ്ട്. ചിന്തിക്കൂ, താങ്കൾ കോടിയിൽ ചിലരിലും ചിലർ നിമിത്തമായിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കുട്ടികളല്ലാതെ വേറെ ആര് ചെയ്യും? നിങ്ങൾ കുട്ടികൾക്കല്ലേ ചെയ്യേണ്ടത്, നിങ്ങളല്ലേ നിമിത്തം. ബാബ്ദാദയ്ക്ക് നിങ്ങൾ കുട്ടികളിൽ പ്രതീക്ഷയാണുള്ളത്. ഇനിയും വരുന്ന കുട്ടികൾ നിങ്ങളുടെ അവസ്ഥ കണ്ടിട്ടാണ് അവരിലും പരിവർത്തനം ഉണ്ടാക്കുക. അവർക്കും നേരെയാവണം. അത് നിങ്ങളെ കണ്ടു വേണം നേരെയാവേണ്ടത്. അവർക്ക് പരിശ്രമിക്കേണ്ടി വരേണ്ട ആവശ്യം വരരുത്. താങ്കൾ ആയിത്തീരും. കാരണം നിങ്ങൾ ജന്മമെടുത്തപ്പോൾ തന്നെ ബാബയോട് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, കൂടെയിരിക്കും, കൂട്ടായി തന്നെ ഇരിക്കും, കൂടെ പോകും. ബ്രഹ്മബാബയുടെ കൂടെ സത്യയുഗത്തിൽ രാജ്യത്തിലേക്ക് വരും. നിങ്ങളെല്ലാവരും പ്രതിജ്ഞ എടുത്തിട്ടില്ലേ? കൂടെയിരിക്കും, കൂടെ പോകും. അപ്പോൾ സേവനവും കൂടെ തന്നെ നിങ്ങൾ ചെയ്യില്ലേ? ഇന്നത്തെ ദിവസത്തിൻ്റെ വേറൊരു വാർത്ത കൂടി കേൾപ്പിക്കാം. ഇന്നത്തെ ദിവസം അഡ്വാൻസ് പാർട്ടിയും ബാബ്ദാദയുടെ അടുത്ത് എമർജായിരുന്നു വദനത്തിൽ. അഡ്വാൻസ് പാർട്ടിയും നിങ്ങളെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് എപ്പോൾ ബാബയോടൊപ്പം മുക്തിധാമത്തിൻ്റെ വാതിൽ തുറക്കും. ഇന്ന് മുഴുവൻ അഡ്വാൻസ് പാർട്ടിക്കാരും ബാബ്ദാദയോട് ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഞങ്ങൾക്ക് തീയതി തരൂ. അവർക്ക് എന്ത് മറുപടി നൽകും? പറയൂ, എന്ത് മറുപടി അവർക്ക് കൊടുക്കണം? ഉത്തരം പറയാൻ ആരാണ് സമർത്ഥർ? ബാബ്ദാദ ഈ ഉത്തരമാണ് തരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഉണ്ടാകുന്നു. പക്ഷേ ഇതിൽ നിങ്ങൾ കുട്ടികൾക്ക് ബാബയ്ക്ക് സഹയോഗം തരേണ്ടതായി വരും.
എല്ലാവരും ഒപ്പം വരാനല്ലേ ഇരിക്കുന്നത്? ഒപ്പം വരുന്നവരല്ലേ നിങ്ങൾ? അതോ പുറകിൽ വരുമോ? ഒപ്പം വരണമെങ്കിൽ ഒപ്പം വരാൻ ഇഷ്ടമല്ലേ? ഒപ്പം വരണമെങ്കിൽ സമാനമാകേണ്ടി വരും. ഒപ്പം വരണമെങ്കിൽ സമാനമായി തീരേണ്ടതുണ്ട്. ഒരു ചൊല്ലുണ്ട്, കൈകോർത്ത് പരസ്പരം ചേർന്ന് പോകണമെന്നുള്ളത്. പറയൂ. കൈ കൊടുത്ത് പോണെങ്കിൽ സമാനമാകണം. അപ്പോൾ ദാദിമാര് പറയൂ, തയ്യാറാകുമോ? ദാദിമാർ പറയൂ. ദാദിമാര് കൈ ഉയർത്തു, ദാദമാരും കൈ ഉയർത്തു. ഏത് തീയതിയാണ്? ഏതെങ്കിലും തീയതി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? അപ്പോൾ ആരോ പറഞ്ഞു, ഇപ്പോഴില്ലെങ്കിൽ ഒരിക്കലുമില്ല. ഇപ്പോഴില്ലെങ്കിൽ ഒരിക്കലുമില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ അതിനർത്ഥം ഇപ്പോൾ തയ്യാറാണെന്നല്ലേ അർത്ഥം? വളരെ നല്ല ഉത്തരം തന്നു. ദാദിമാരെ, പൂർണ്ണമാവുക തന്നെ വേണം. ഓരോരുത്തരും അവനവനെ ഉത്തരവാദിയാണെന്ന് മനസ്സിലാക്കണം. അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും. പരിവർത്തനം കൊണ്ടുവരുന്നതിൽ, സമാനമാകുന്നതിൽ ഇതിൽ ചെറുതും വലുതൊന്നുമില്ല. 7 ദിവസത്തെ കുട്ടി പോലും ഉത്തരവാദിയാണ്. കാരണം എൻ്റെ കൂടെ പോകണം. ബാബയ്ക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് പോകാൻ ആഗ്രഹമില്ല. എന്നാൽ ബാബ പറയാണ്, ബാബയ്ക്ക് കുട്ടികളെ കൂടെ കൊണ്ടുപോകുക തന്നെ വേണം, ഒറ്റയ്ക്ക് പോകാൻ കഴിയില്ല. കാരണം ബാബയും പ്രതിജ്ഞ കുട്ടികളോട് ചെയ്തിട്ടുണ്ട്, കൂടെ പോകും, എല്ലാവരെയും കൂടെ കൊണ്ടുപോകണം എന്നുള്ളത്. അപ്പോൾ പ്രതിജ്ഞ ബാബയ്ക്ക് നിറവേറ്റണമല്ലോ. നിറവേറ്റണ്ടേ? ഈ ഇരിക്കുന്നത് മധുബൻകാരല്ലേ? മധുബനിൽ എന്ത് ഹെഡാണെങ്കിലും ഇൻചാർജർമാർ ധാരാളം ഉണ്ടല്ലോ. ശാന്തി ഭവനം, വിജ്ഞാന സരോവർ, പാണ്ഡഭവൻ, എല്ലാ സ്ഥലങ്ങളിലും ഇൻചാർജേഴ്സ് ഉണ്ട്. ഇൻചാർജർമാരുടെ ലിസ്റ്റ് ബാബയ്ക്ക് തരണം. അതിൽ നിന്നും കണക്കെടുക്കും. അതേപോലെ എല്ലാ ഇൻചാർജ് ടീച്ചേഴ്സുമാരും, എല്ലാ ഇൻചാർജ് ടീച്ചേഴ്സും, അത് സോൺ ചാർജ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ സെൻറ്റർ ഇൻചാർജ് ആയിക്കോട്ടെ, എല്ലാവരുടെയും ഒരു സംഘടന ഒരു ദിവസം സംഘടിപ്പിക്കണം. എന്നിട്ട് എല്ലാവരുടെയും കണക്കുകൾ ചോദിക്കണം. കാരണം ബാബ്ദാദയുടെ അടുത്ത് വളരെ ദുഃഖത്തിൻ്റെയും അശാന്തിയുടെയും ശബ്ദം എത്തിക്കൊണ്ടിരിക്കുകയാണ്.
വ്യാകുലതയുടെ ശബ്ദം വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കും കേൾക്കുന്നില്ലേ? ആ ശബ്ദം നിങ്ങൾക്കും കേൾക്കുന്നില്ലേ? നിങ്ങളും കേൾക്കുന്നില്ലേ? നിങ്ങളുടെയും ഭക്തരല്ലേ? അപ്പോൾ ഭക്തരുടെ വിളി നിങ്ങൾ ഇഷ്ടദേവതകൾക്ക് കേൾക്കാൻ സാധിക്കുന്നില്ലേ? ടീച്ചേഴ്സിനും ഭക്തരുടെ വിളി കേൾക്കുന്നില്ലേ? ശരി. ഇനി എന്താണ്? സേവനത്തിൻ്റെ ടേൺ ഗുജറാത്തുകാർക്കാണ്. എല്ലാ ഗുജറാത്തുകാരും എഴുന്നേൽക്കും. ഗുജറാത്ത് കണ്ണാടിയാണ്. ഗുജറാത്തിലെ ബാബ്ദാദ കണ്ടു. ഭൂരിപക്ഷവും നിറയെ ഗീത പാഠശാലകളുണ്ട്. ഗീതാ പാഠശാലയിൽ അതിനെ നടത്തിക്കൊണ്ടുപോകാനുള്ള കൈകളും നിറയെ ഉണ്ട്. സേവാധാരികളും നിറയുണ്ട്. ഗീതാ പാഠശാലകൾ നടത്തിക്കൊണ്ടുപോകും. ഇനി ഗുജറാത്തുകാർ എന്ത് ചെയ്യാനാണ് പോകുന്നത്? നിറയെ സേവാധാരികളുണ്ട്. സേവനവും നിറയെ ഉണ്ട്. ഇനി പുതിയ സേവനം എന്താണ് ചെയ്യാൻ പോകുന്നത്? ആരും ചെയ്യാത്തത്. ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്ലാനുകൾ തയ്യാറാക്കിയിട്ടുണ്ടോ? ആരും ഇതുവരെ ചെയ്യാത്ത സേവനം അത് ഗുജറാത്തുകാർ ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഗുജറാത്തുകാർ എന്ത് ചെയ്യും? മനസാ സേവനത്തിൽ നമ്പർ 1 കാണിക്കണം. എല്ലാവരും ചെയ്യണം. എന്നാൽ ഗുജറാത്തിൻ്റെ സേവനമല്ലേ, അവർ ഈ സ്പെഷ്യൽ സേവനം ചെയ്യണം. കാരണം മനസാ സേവനത്തിലൂടെ സ്വയം പവർഫുൾ ആവുകയാണ് ചെയ്യുന്നത്. റിസൾട്ടും വളരെ ധാരാളം വരും മനസാ സേവനത്തിലൂടെ.
वाचा की पहले नहीं थी, अभी वाचा की सेवा की रिजल्ट सामने आ रही है. ആദ്യമൊന്നും വാക്കിൻ്റെ വാചാ സേവനത്തിൽ റിസൾട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് വാചാ സേവനത്തിൻ്റെ റിസൾട്ട് ധാരാളം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ നന്നായിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട്. बाप दादा मेहनत निमित्त मेहनत की मुबारक भी देते हैं. ബാബ് ദാദ ഈ പരിശ്രമത്തിന് ആശംസകൾ നൽകുന്നു. എന്നാൽ സമയം വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. अभी भी समय बहुत फास्ट जा रहा है. ഇപ്പോഴും സമയം വളരെ ഫാസ്റ്റ് ഗതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. अच्छा ശരി, मुबारक हो गुजरात. എല്ലാ ഗുജറാത്തുകാർക്കും टाइटल है ആശംസകൾ. बिल्कुल नजदीक जैसे देश के ഗുജറാത്തുകാർ हिसाब से है वैसे ഗുജറാത്ത് എന്ന് പറയുമ്പോൾ ഏറ്റവും സമീപത്താണ്. नजदीक है. സ്റ്റേറ്റിൻ്റെ ബേസിലും രാജസ്ഥാൻ്റെ അടുത്താണ്, ബാബ്ദാദയുടെ മനസ്സിലും അടുത്താണ്. अच्छे अच्छे शुरू से देखो तो निकले भी अच्छे अच्छे. നല്ല നല്ല തുടക്കത്തിലേ या शक्तियाँ തുടക്കത്തിലുള്ളവർ പാണ്ഡവരായിക്കോട്ടെ ശക്തികളായിക്കോട്ടെ എല്ലാവരും നല്ല നല്ല ഹാൻഡ്സാണ് തയ്യാറായിരിക്കുന്നത്. अभी ऐसे स्पीकर तैयार करो. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്പീക്കേഴ്സിനെ നിങ്ങൾ തയ്യാറാക്കൂ. आप सकाश दो നിങ്ങൾ സകാശ് കൊടുക്കൂ, और वो भाषण करे. അവർ പ്രഭാഷണം ചെയ്യാം. अच्छा बहुत ശരി, अच्छा. വളരെ നല്ലത്. बहुत हमको ना मुबारक. കോടി മടങ്ങ് ആശംസകൾ. बैठ जाओ. എല്ലാവരും ഇരിക്കും. बाबा बाबा डबल विदेशी भाई बहने 200 बैठे हैं. 200 വിദേശികൾ डबल വന്നിട്ടുണ്ട്. विदेशी भाई बहन उठेंगे. വിദേശികളോട് എഴുന്നേൽക്കാൻ പറയണം. अच्छा डबल विदेशी. बहुत अच्छा. വളരെ നല്ലത്. बाप दादा ने पहले भी कहा ബാബ്ദാദ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, जब डबल विदेशी आते हैं എപ്പോഴാണോ ഡബിൾ വിദേശികൾ വരുന്നത് मधुवन का श्रृंगार हो. അപ്പോൾ മധുവൻ്റെ അലങ്കാരമായി തീരുകയാണ്. डबल विदेशों से सभी का प्यार बहुत है. ഡബിൾ വിദേശികളോട് എല്ലാവർക്കും വളരെയധികം സ്നേഹമാണുള്ളത്. जब भी आपके ग्रुप को देखते हैं ना നിങ്ങളുടെ ഗ്രൂപ്പിനെ കാണുമ്പോൾ सभी खुश हो जाते. എല്ലാവർക്കും വളരെ സന്തോഷമാണ് തോന്നാറുള്ളത്. क्योंकि आप भी കാരണം നിങ്ങൾ कोटों में कोई में कोई निकले हो. നിങ്ങളും കോടിയിൽ ചിലരിലും ചിലരായിട്ടുള്ളവരാണ്. सेवा की अच्छी न्यूज़ है. നല്ല സേവനമെല്ലാം ചെയ്യുന്നുണ്ട്, നല്ല ന്യൂസുകൾ വരുന്നുണ്ട്. अभी सुनाया ना आज. अभी एक समय पर एक सेवा नहीं करो. ബാബ നേരത്തെ പറഞ്ഞില്ലേ, ഒരു സമയത്ത് ഒരു സേവനം മാത്രമല്ല ചെയ്യേണ്ടത്, 3 സേവനവും ഒരുമിച്ച് വേണം ചെയ്യാൻ. അതിൻ്റെ പ്രഭാവം जल्दी होगा.
പോകുന്തോറും ഉണ്ടായിക്കൊണ്ടിരിക്കും. अपने चेहरे से, നിങ്ങളുടെ മുഖത്തിലൂടെ, अपने चलन से भी നിങ്ങളുടെ പെരുമാറ്റത്തിലൂടെ सेवा कर सकते हैं. സേവനം ചെയ്യാൻ സാധിക്കും. चलते फिरते म्यूजियम हो, നടക്കുമ്പോഴും കറങ്ങുമ്പോഴും ഒരു മ്യൂസിയമായി മാറണം. जैसे म्यूजियम में മ്യൂസിയത്തിൽ, वह प्रदर्शनी में भिन्न भिन्न चित्र होते हैं ना, എക്സിബിഷനിൽ നല്ല നല്ല വ്യത്യസ്തമായ ചിത്രങ്ങൾ ഉണ്ടാകാറുണ്ടല്ലോ. അതേപോലെ നിങ്ങളുടെ കണ്ണുകൾ, मस्तक, നിങ്ങളുടെ മസ്തകം, आपका होठ, നിങ്ങളുടെ പുഞ്ചിരി, ചുണ്ടുകളിലെ പുഞ്ചിരി, भिन्न भिन्न जो साधन है उससे सेवा कर सकते हैं. ഇതിലൂടെ നിങ്ങൾക്ക് സേവനം ചെയ്യാൻ സാധിക്കും. अच्छे बाप दादा को വളരെ നന്നായി. हिम्मत वाले भी लगते हैं. ഹിമ്മത്ത് ധൈര്യശാലികളാണ്. सिर्फ अभी थोड़ा सा കേവലം ഇപ്പോൾ അല്പം रियलाइजेशन सूक्ष्म चाहिए. സൂക്ഷ്മ രൂപത്തിൽ റിയലൈസേഷൻ കൊണ്ടുവരണം. करते हो लेकिन थोड़ा सा सूक्ष्म रूप से रियलाइजेशन करके नंबर 1 बन जाओ. റിയലൈസേഷൻ ഉണ്ട് എങ്കിലും സൂക്ഷ്മ രൂപത്തിൽ വീണ്ടും റിയലൈസേഷൻ ചെയ്ത് सेकंड नंबर नहीं, ഫസ്റ്റ് നമ്പറിൽ വരണം. സെക്കൻഡ് നമ്പറിൽ വരരുത്. ठीक है ना? ശരിയല്ലേ? 1 है ना, 1 ആകണം, तो नहीं ना. രണ്ടാമതാകരുത്. 1 नंबर है, 1 നമ്പറിൽ വരണം. कांधे लाओ. തലയാട്ടു, തലയാട്ടു. अच्छा, നല്ലത്. दादा को ബാപ് ദാദയ്ക്ക് विदेशों का ग्रुप വിദേശികളുടെ ഗ്രൂപ്പ് मधुबन में മധുബനിൽ आता रहे, ये अच्छा लगता है. വരുന്നത് വളരെ നല്ലതായിട്ടാണ് सच जाता है मधुबन. തോന്നുന്നത്. നിങ്ങൾ വരുമ്പോൾ മധുബൻ അലങ്കരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. अच्छा बैठ जाओ. ശരി, ഇരിക്കൂ. अच्छा बाप दादा के पास നല്ലത്. ബാപ് ദാദയുടെ അടുത്ത് के श्रृंगार वाला ग्रुप की भी याद प्यार रही. वो कौन है? പൂക്കളെ കൊണ്ട് അലങ്കരിച്ച ഗ്രൂപ്പ്, ആ ഗ്രൂപ്പ് എഴുന്നേൽക്കൂ. എവിടെ? सिर्फ 2 है. 2 പേരേ ഉള്ളൂ. और कौन है? अच्छा ये है. ഇനി ആരൊക്കെയാ ഉള്ളത്? अच्छा, देखो सभी को फूलों का श्रृंगार अच्छा लगा ना. നോക്കൂ, പൂക്കളുടെ അലങ്കാരം നല്ലതായിട്ട് തോന്നുന്നില്ലേ എല്ലാവർക്കും? फूलों का श्रृंगार പൂക്കളുടെ അലങ്കാരം कॉमन बात है. അത് കോമൺ ആയിട്ടുള്ള കാര്യമാണ്. करते हैं. അത് ലോകത്തുള്ളവരും ചെയ്യുന്ന കാര്യമാണ്. आपके എന്നാൽ श्रृंगार നിങ്ങളുടെ അലങ്കാരം, और लोगों के श्रृंगार में फर्क है. നിങ്ങളുടെ അലങ്കാരവും ലോകത്തിലുള്ളവരുടെ അലങ്കാരവും തമ്മിൽ വ്യത്യാസമുണ്ട്. स्नेही स्वरूप
നിങ്ങൾ സ്നേഹത്തിൻ്റെ സ്വരൂപമായി മാറി അലങ്കരിക്കുന്നു. वो ड्यूटी समझ के करते ലോകത്തിലുള്ളവർ അവർ ജോലിയായിട്ട് കണക്കാക്കി ചെയ്യുന്നു. स्नेह से किया। നിങ്ങൾ സ്നേഹപൂർവ്വം ചെയ്യുന്നു. तो जहाँ स्नेह होता है എവിടെയാണ് സ്നേഹമുള്ളത് वो फूलों की അവിടെ सुगंध और श्रृंगार പൂക്കളുടെ സുഗന്ധവും അലങ്കാരവും सुंदर हो जाती है। വളരെ കൂടുതൽ സുന്ദരമായി മാറുന്നു. अच्छा, വളരെ നല്ലത്. जो आने वाले ആരാണോ വരുന്നത്? भाई बहन है നിങ്ങളുടെ സഹോദരി സഹോദരങ്ങൾ. वो भी देख करके खुश हो जाते। അവരും ഇത് കാണുമ്പോൾ സന്തോഷിക്കും. ആഹാ, कमाल है। അത്ഭുതം തന്നെയല്ലേ, അത്ഭുതമാണെന്ന് പറയും. तो आप सभी ने നിങ്ങളെല്ലാവരും जिस स्नेह से സ്നേഹപൂർവ്വം सजाया അലങ്കരിച്ചു. तो बाप दादा അതുകൊണ്ട് ബാബ്ദാദ ज्यादा पदम गुना आपको കൂടുതൽ കോടി മടങ്ങ് ഞാൻ നിങ്ങൾക്ക് സ്നേഹം നൽകുകയാണ്. എല്ലാവർക്കും ആശംസകൾ. ഇരിക്കും. अच्छा, चारों ओर के ശരി, 4 വശത്തു നിന്നും पत्र याद प्यार ईमेल കത്തുകൾ, ഓർമ്മക്കത്തുകൾ, ഇമെയിൽ, ഫോൺ, चारों ओर के बहुत बहुत आए। 4 പാടിൽ നിന്നും വളരെയധികം വന്നിട്ടുണ്ട്. या मधुबन में भी आए हैं, ഇവിടെ മധുബനിലും വന്നിട്ടുണ്ട്, वतन में भी पहुंचे। വദനത്തിലും എത്തിയിട്ടുണ്ട്. आज के दिन ഇന്നത്തെ ദിവസം जो बंधन वाली माताएं ബന്ധനത്തിലുള്ള അമ്മമാർ उनको भी बहुत स्नेह അവരുടെയും സ്നേഹം നിറഞ്ഞ मन की यादें മനസ്സിൻ്റെ ഓർമ്മകൾ बाप दादा के पास पहुंच गई। ബാബ്ദാദയുടെ അടുത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. बाप दादा ബാബ്ദാദ ऐसे स्नेही बच्चों को ഇങ്ങനെയുള്ള സ്നേഹികളായ കുട്ടികളെ बहुत याद भी करते हैं വളരെയധികം ഓർമ്മിക്കുന്നു. और दुआएं भी देते। അതിനോടൊപ്പം ആശീർവാദവും നൽകുന്നു. आजकल बाप दादा देख रहे हैं ഇന്നത്തെ കാലത്ത് ബാബ്ദാദ കാണുന്നുണ്ട്, बहुत എല്ലാവരും खुशी खुशी से സന്തോഷത്തോടുകൂടി बैठे भी ദൂരെ ഇരുന്നു കൊണ്ടും नजदीक में अनुभव कर रहे हैं। സമീപതയുടെ അനുഭവം ചെയ്തുകൊണ്ടിരിക്കുന്നു. लेकिन എന്നാൽ मधुबन മധുബൻ में सन्मुख മധുബനിൽ സന്മുഖത്ത് വരിക, अपनी झोली भरना, സഞ്ചി നിറയ്ക്കുക, इतने बड़े परिवार से ഇത്രയും വലിയ കുടുംബത്തെ കാണുക. ये परिवार कम नहीं है। ഈ കുടുംബം ചെറുതല്ല. किसी भी रीति से देख लिया, लेकिन ഏത് രീതിയിൽ കണ്ടാലും, सन्मुख परिवार को देख कितनी खुशी होती है। ഏത് രീതിയിലും മിലനം കാണുകയാണെങ്കിൽ, 1000 वर्ष എന്നാൽ के बाद സന്മുഖത്ത് വന്ന കുടുംബത്തെ കാണുക എത്ര വലിയ സന്തോഷമാണ് ഉണ്ടാകുന്നത്. കാരണം अपना है 5000 വർഷത്തിന് ശേഷം കാണുകയാണ്. वन निवासी बनना। അവിടെ ഇരുന്നുകൊണ്ട് കാണുക എന്ന് പറയുമ്പോൾ അത് വേറെ കാര്യം. എന്നാൽ മധുബൻ നിവാസിയായി മാറുക, ഈ സുവർണ അവസരം വലിയ സഹയോഗം തരുന്നു. अनुभव भी करते हैं सब। അനുഭവം വളരെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. लेकिन बाप दादा खुश है। ബാബ്ദാദ വളരെയധികം സന്തുഷ്ടനാണ്. सभी को मुरली से प्यार है। എല്ലാവർക്കും മുരളിയോട് സ്നേഹമുണ്ട്. और मुरली से प्यार മുരളിയെ സ്നേഹിക്കുന്നു എന്നാൽ मुरलीधर से प्यार।
മുരളീധരനെ സ്നേഹിക്കുക എന്നതാണ്. कोई कहे मुरलीधर से तो प्यार है, लेकिन मुरली कभी कभी सुन लेते हैं. ചിലർ പറയും മുരളിയോട് സ്നേഹമെല്ലാം ഉണ്ടെന്ന്, दादा कहते പക്ഷേ മുരളി ഇടയ്ക്കിടയ്ക്ക് മാത്രം കേൾക്കുക. दादा उसका प्यार എന്നാൽ ബാബ്ദാദ പറയാണ്, प्यार नहीं समझते. അവരുടെ സ്നേഹം ഞാൻ സ്നേഹമായി കണക്കാക്കില്ല. प्यार निभाना अलग है, സ്നേഹം നിറവേറ്റുന്നത് വേറെ, ना अलग है. സ്വതവേ സ്നേഹിക്കുന്നത് വേറെ. जिसको मुरली से प्यार है ആർക്കാണോ മുരളിയോട് സ്നേഹമുള്ളത് वो है प्यार निभाने वाले. അവർ സ്നേഹം നിറവേറ്റുന്നവരാണ്. और मुरली से प्यार नहीं, മുരളിയോട് प्यार സ്നേഹമില്ലെങ്കിൽ वालों की लिस्ट സ്നേഹിക്കുന്നവരുടെ वाले नहीं. ലിസ്റ്റിലാണ് വരുന്നത്, നിറവേറ്റുന്നവരായിരിക്കില്ല. मधुबन में മധുബനിൽ मुरली बाजे, മുരളി മുഴങ്ങുന്നു. मधुबन का गायन है. മധുബന്റെ മഹിമയാണ്. मधुबन की धरनी गाई, മധുബൻ ഭൂമിയുടെ മഹത്വമാണുള്ളത്. अच्छा तो ശരി, നാലുപാടുമുള്ള सने സ്നേഹി बच्चों को കുട്ടികൾക്ക് लवली ലൗലി, और लवलीन അതേപോലെ ലൗലീൻ, दोनों बच्चों को രണ്ട് തരത്തിലുള്ള കുട്ടികൾക്കും सदा സദാ बाप की ബാബയുടെ श्रीमत परमान ശ്രീമത് പ്രകാരം में ഓരോ ചുവടിലും पदम जमा करने वाले ശ്രീമത് പ്രകാരം നടന്ന് ഓരോ ചുവടിലും കോടി സമ്പാദിക്കുന്ന फुल बच्चों को നോളേജ് ഫുൾ പവർഫുള്ളായ കുട്ടികൾക്ക് സദാ स्नेही भी സ്നേഹിയുമാണ്, और स्वमानदारी भी, സമാനധാരിയുമാണ്, सम्मानदारी भी. ബഹുമാനധാരിയുമാണ്. ऐसे ഇങ്ങനെ सदा സദാ बाप की श्रीमत को ബാബയുടെ ശ്രീമതത്തെ करने वाले പാലിക്കുന്ന विजयी बच्चों को വിജയി കുട്ടികൾക്ക് सदा സദാ बाप के ബാബയുടെ हर कदम पर कदम उठाने वाले ഓരോ ചുവടിലും ചുവട് വയ്ക്കുന്ന की बच्चों को സഹജയോഗി കുട്ടികൾക്ക് बाप दादा का. ബാബ്ദാദയുടെ लेकिन आज वतन में കൂടാതെ ഇന്ന് വതനത്തിൽ जो आपके एडवांस पार्टी वाले बच्चे हैं, നിങ്ങളുടെ അഡ്വാൻസ് പാർട്ടി കുട്ടികൾ उन्होंने भी एक ने അവർ ഓരോരുത്തരും यही कहा है ഇങ്ങനെ പറഞ്ഞു, कि हमारे तरफ से भी ഞങ്ങളുടെ ഭാഗത്തു നിന്നും सभी को चारों और बच्चों को എല്ലാവർക്കും നാലു ഭാഗത്തുള്ള കുട്ടികൾക്കും हमारी देना, ഞങ്ങളുടെയും സ്നേഹസ്മരണകൾ നൽകണം, संदेश देना ഞങ്ങളുടെ സന്ദേശവും നൽകണം. कि हम आपका ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങൾ जल्दी से जल्दी എത്രയും പെട്ടെന്ന് इंतजाम करो. തയ്യാറാകൂ. विशेष വിശേഷിച്ച് आप सबकी प्यारी माँ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹി മാതാവ് ദീദി भाव विश्व किशोर വിശ്വകിഷോർ ദാദ और जो भी साथी गए हैं
പിന്നെ उन्होंने सभी ने പോയ എല്ലാ കൂട്ടുകാരും आप सबको याद प्यार നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹസ്മരണകൾ और साथ साथ നൽകിയിട്ടുണ്ട്. आपकी उस അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ മധുരമായ മാതാവും നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, कि आप भी विजयी बन നിങ്ങളും വിജയികളായി മാറി दर्द तोड़कर ദുഃഖവും വേദനകളെയും അകറ്റി का വേഗം വേഗം गेट खोलने के लिए മുക്തിധാമത്തിൻ്റെ ഗേറ്റ് साथी बन जाओ। തുറക്കാൻ ബാബയ്ക്ക് കൂട്ടാകൂ. ब्रह्मा बाप ने भी ബ്രഹ്മബാബയും जिन्होंने സാകാരത്തിൽ साकार में ബ്രഹ്മബാബയെ സാകാരത്തിൽ को नहीं देखा है, ബാബയെ കാണാത്തവരുണ്ട്. तो ब्रह्मा बाप भी विशेष आप सभी को ബ്രഹ്മബാബയും നിങ്ങൾക്കെല്ലാവർക്കും बहुत दिल से ഹൃദയത്തിൽ നിന്നും याद प्यार സ്നേഹസ്മരണകൾ നൽകുകയാണ്. तो याद प्यार और नमस्ते। സ്നേഹസ്മരണയും നമസ്കാരവും. ഓം ശാന്തി. आप दृष्टि यूं ही देते रहो बाबा, आप दृष्टि यूं ही देते रहो बाबा, सुख सागर में गहरे उतर जाऊं, सुख सागर में गहरे उतर जाऊं। पल की ना पल भर बंद मेरी हूँ, पल की ना पल भर बंद मेरी, इन लहरों को दामन में भर जाऊं, इन लहरों को दामन में भर जाऊं। आप दृष्टि यूं ही देते रहो बाबा। हो गए अपनी हाल ही नैना, बाप की रूहानी नजरों से पा लिया है मुझे था जो पाना, ये आवाज निकले अंतर से। आप शक्ति